സംഭവ ബഹുലമായി ഞാൻ ആദ്യമായിട്ട് പടക്കം എന്നാ ഇത് കുരുവി പൊട്ടിക്കാൻ പോവുകയാണ് ഗായ്സ്. വിഷുവിന്റെ തയ്യാറെടുപ്പ് തുടങ്ങി. നമ്മൾ ഇതാ പട്ടാസ് പടക്കം പൂത്തിരി കമ്പിത്തിരി പിന്നെ ദേവും കുരുവി കാന്താരി എല്ലാം പുറത്തെടുത്ത് വെക്കണ ഇതിന്റെ പേര് ഇത് കമ്പിത്തിരി ചോന്ന കമ്പിത്തിരി സഞ്ചി നിറച്ചുണ്ട്. ഇതാ ഒരു സഞ്ചി ഇതൊരു പടക്ക. ഇത് നിലച്ചക്ര അല്ലേ? തുറന്നാ നോക്കട്ടെ. നിലച്ചക്ര പച്ച കമ്പിത്തിരി. ഇത് പൂക്കുറ്റി. തുറക്കടാ പൂക്കുറ്റി. തുറക്ക് അതവിടെ ഒട്ടിച്ച് വെച്ചിട്ടാണ്. ഇത് പൊളിക്കണ വേണ്ടല്ലോ. ഇതാണ് പൂക്കുറ്റി. ചെറുതല്ലേ? ചെറുതാ വലുതല്ല അല്ലേ? വലുതാണ് കൊറേ. ഇതൊരൊറ്റ പാളം ചെയ്തു. ഇത് പിന്നെ നമ്മളെ എന്താ പറയാ മാലപ്പടക്കം. നമ്മള് മാലപ്പടക്കം അല്ലേ? ഓരോന്നെടുത്തിട്ട് ഇപ്പൊ പൊട്ടിച്ച് തന്നെ. ഓ അങ്ങനല്ലേ? ഞാൻ വിചാരിച്ചത് നമ്മള് പിന്നെ കണി വെക്കുമ്പോ പൊട്ടിക്കൂലേ? അതന്നെ കണി വെക്കാൻ പൊട്ടിക്കുന്ന അതാ കാണുന്നില്ല. അത് ആ ബോക്സ് എടുത്തു വിചാരം അത് കഴിക്കുന്ന വിചാരം അല്ല. ഇത് മാലപ്പടക്കം അല്ലേ? ഞാൻ വിചാരിച്ച സാധാരണ ഇത് കണ്ടാലും മാലപ്പടക്കം പോലെ ഉണ്ടാകാറുണ്ട്. കറിയിച്ചു കഴിഞ്ഞ ഇതാ ഇത്രയും. ഇതിന്റെ ബാക്കി ഒരു ചെറിയ കുറച്ച് ബാക്കി ഉണ്ടല്ലോ. അല്ല കുറച്ച് നേരത്തെ ഞാൻ അത് തന്നെയാ ഇത് അതിന്റെ അകത്തിട്ടത്. ഇത്രേ ഉള്ളൂ അല്ലേ? ഇതൊരു പടക്കം എത്രയേ ഉള്ളൂ? കുറച്ച് ഒരു പടക്കല്ല അല്ലേ? ഒരു പടക്കല്ല. ചെറുപറ എടുത്തു. നമുക്ക് ഇപ്പൊ ഓരോന്ന് പൊട്ടിച്ചാലോ? പൊട്ടിക്കൂലേ? അത് പൊട്ടിക്കോ. പൊട്ടിച്ചൊക്കെ എന്നാ കാന്താരി പൊട്ടി അങ്ങനെ പൊട്ടിത്തെറിക്കാൻ മാത്രമൊന്നുമില്ല. ആ കാന്താരിയും ഇതല്ലേ ഉള്ളൂ. കുരുവി ബോംബൊന്നും ഇല്ല. ഇത് ബോംബ് ഞാൻ പിന്നെ കുട്ടികളെല്ലാം ആയതുകൊണ്ട് വാങ്ങായിട്ടില്ല. എന്തിന് ഒരു കാന്താരി പൊട്ടാത്ത കാന്താരി നീ തന്നെയാണ് കാന്താരി. നിനക്ക് ധൈര്യം ഉണ്ടാ പൊട്ടിക്കേ? അതിന്റെ ഇത് കളഞ്ഞിനാ ചന്ദനത്തിരി കൊണ്ട് പൊട്ടിച്ചാ മതി. എടേ നീ കത്തിച്ച്. അയ്യോ എടാ പൂക്കുറ്റി എന്ന് പറഞ്ഞ സാധനം എന്നാ നല്ല വെളിച്ചത്തിൽ മേലോട്ട് കത്തുന്ന സാധനമാണ്. നല്ല കുറവാട്ടാ. അത്രേ ഉള്ളൂ. അമ്പാടിയിലുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഇതിന്റെ ഫസ്റ്റ് ഇന്നാ പൊട്ടിക്കേണ്ടത്. ഇത് നമ്മള് കണി വെക്കുമ്പോ രാവിലെ ഒരൊറ്റ പൊട്ടിക്കത്. ദേവ് തിന്നെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ 2 ദിവസം ആകുമ്പോഴേക്ക് തീർന്നു പോവേ. അന്നത്തിരി ഇല്ല. അടുപ്പില് തീയൽ നേരത്തെ കിട്ടിനി. ഇതെവിടെയാ ചന്ദനത്തിരി വാങ്ങിട്ടാമോ പൊട്ടിക്ക. നീ ഇപ്പൊ ചെയ്യാൻ പോന്നേ? ഈ കുരുവി സവിത പൊട്ടിച്ചാൽ നീ പറയാൻ ഞാൻ പൊട്ടിക്കൂല. നിങ്ങൾക്കറിയാം. ഇല്ല ഞാൻ പൊട്ടിക്കൂല. ദേവൂട്ടി ഇതെന്താന്ന് കുരുവിയാ? കുരുവി പൊട്ടിക്കാൻ പോകുന്നതാണ് ദേവൂട്ടി. നമ്മളൊരു ധൈര്യാഭാരം. ദേവു ഞാനോട് ഇപ്പോ ദേവ അങ്ങനെ പൊത്തി പിടിക്കില്ല. എന്റെ അമ്മേ ഈശ്വര ഞാനിക്ക് പോട്ടെ. എന്റെ മൊബൈല് തെറിച്ചു പോയതിനിപ്പൊ കയ്യിന്ന്. എന്നാലും അനക്ക് പേടിയാന്ന്. നിങ്ങൾ പൊട്ടിച്ചോ? ഒരു കുരുവി പൊട്ടിക്കാൻ എനിക്ക് പേടിയാങ്കില് നീ പൊട്ടിക്കേണ്ടത്. എനിക്കിത് പൊട്ടുന്ന കേൾക്കുമ്പോ തന്നെ പേടിയാ. പിന്നെ സംഭവ ബഹുലമായി ഞാൻ ആദ്യമായിട്ട് പടക്കം എന്നാ ഇത് കുരുവി പൊട്ടിക്കാൻ പോവുകയാണ് ഗായ്സ്. റെഡിയായിട്ട് നിൽക്കട്ടെ. മാറി നിൽക്ക്. അമ്മേന്റെ ധൈര്യത്തിന് ഞാനുണ്ട്. അമ്മ നിങ്ങൾ അങ്ങനെയാക്കല്ല. തീ കെട്ടും പോയി. അങ്ങനെ പറയല്ല. അവർക്ക് പേടിയോ? ഞാൻ അച്ഛന്റെ ധൈര്യത്തിലാണ് ഞാനിവിടെ നിൽക്കുന്നത്.
അങ്ങോട്ട് നീ അങ്ങോട്ട് പോ, ഞാൻ ഇങ്ങോട്ട് വിടുവാ കേട്ടാ. ഏത് ഭാഗത്ത ഓണ്ടെന്ന് അത് നോക്കി വെച്ചതോ. ഇത് അപ്പുറം ബേക്കിൽ കഴുങ്ങലുണ്ട് തടഞ്ഞു വീറേ. ഒരു പൊട്ടാസ് പൊട്ടിക്കാൻ ഒരു തീപ്പെട്ടി ഫുള്ളായിട്ട് ഭയങ്കര സംഭവം. ഞാൻ ഒരു തീപ്പെട്ടി കൊണ്ട് കത്തിക്കും. ഇത് കാറ്റാന്നപ്പാ. ഈ കനല് മതിയില്ലേ? ഇങ്ങനെ ഞാൻ അടക്കില്ല. എത്ര സമയം എന്നോടാ ഞാനാക്കി നിന്റെ അമ്മയോട് പൊട്ടിക്കണ്ടെന്ന് പറഞ്ഞാല് കഴിയാതെ പണിക്ക് വെക്കണ്ടെന്ന് പറഞ്ഞു. അമ്മയോട് പൊട്ടിക്കണ്ടെന്ന് പറഞ്ഞ് നീ പോയി വാങ്ങി പൊട്ടിച്ചോ. ആദ്യം മുതച്ചന്റെ വായ വെച്ച് പിടിക്കണല്ലോ താനും. ദേവൂട്ടി കുറച്ച് ഇതാ ഈ പണിന് ഒരു പേടിയുമില്ല. ദേവൂട്ടി അതൊക്കെ ഇട്ട് ചില്ലല്ലേ. നാളായിട്ടും വന്നിട്ട് അവൻ പൊട്ടിക്കട്ടാ. ഇനി ഉണ്ടാവില്ല. ഇതാ അത്രേ ഉള്ളൂ. എല്ലാം എടുത്ത് സഞ്ചിയിലിട്. അതന്നെ പൊട്ടാസ് പൊട്ടിക്കാൻ പോയിട്ട് അച്ഛനുണ്ടാവും പന്തം കൊണ്ട് വരുന്നേ. കയ്യില് തീ പിടിച്ചിട്ട്. അതെ ആ ചൊല്ലു പോലെ ഉണ്ടാവും. പൊട്ടാസ് നായിന്റെ തല തേങ്ങ വീണെന്ന് പറഞ്ഞേ. പൊട്ടാസ് പൊട്ടിക്കാൻ പോയിട്ട് ലാസ്റ്റ് കയ്യിൽ പന്തവും കൊളുത്തിട്ടല്ലോ. മതി ദേവു അങ്ങ് എടുത്തു വെച്ചേ. നാളെ മറ്റന്നാളും കൊണ്ട്. ഞാനൊരു ലക്ഷ്മി പൊട്ടിക്കുന്നേ. അത് ഭയങ്കര സൗണ്ടുള്ളതല്ലേ? എനിക്ക് കണ്ടുപിടിക്കാൻ നിങ്ങളെ കൈ എങ്ങനെയായോണ്ട് ഒരു പേടിയുണ്ട്. ഇത് ഞാനിപ്പം ക്യാമറ ചാടിയിട്ട് ഓടൂലേ? കുറച്ച് ദൂരേന്ന്. ദേവു മതി. നീ ഇങ്ങോട്ട് വരില്ലേ? എനക്ക് ഓടാൻ പറ്റൂല. ദേവട്ടി അച്ഛനെ പഠിപ്പിക്കണേ. ദേവട്ടി അച്ഛനെ പഠിപ്പിക്കണേ. കാവേജ് കത്തിച്ചിട്ട് നിങ്ങളെന്നെ ഓടി തന്നത്. കൈ സൂക്ഷിക്കണേ. അതൊക്കെ തന്നെ കൈയിന്റെ പഞ്ഞി കൂടുതൽ. അത് വേഗം തീ പിടിക്കൂ. നോക്കണേ. ഉള്ളം കൈ നിറച്ചും പഞ്ഞിയാ. അച്ഛനും പേടിച്ച് ദേവൂട്ടി അച്ഛാന്ന് പറഞ്ഞോടി. അതിന് കത്തീനാ. അച്ഛൻ ഓടുന്ന വഴിക്ക് നിക്കറേ. നാളെ അമ്പാടി വന്നിട്ടാകുമ്പം പൊട്ടിക്ക. ബാക്കി പൊട്ടിക്കാണ്ടാവില്ല. പാക്കറ്റ് എടുത്തു ഇതെല്ലാം വേറെ പിന്നെ പൊട്ടൂല. ക്യാമറ എടുക്കാം ദേവു പോലും. എടുത്തോക്കി സഞ്ചിയിൽ എടുത്തോക്ക്. പൊട്ടിച്ചത് അത് മേലെ വെച്ചോ. അത് ഇതെല്ലാം എടുത്ത് അടിയിൽ വെക്കും. ആദ്യം ഇതെല്ലാം എടുത്ത് അടിയിൽ വെക്കും. കുറച്ചേ ഉള്ളൂ അല്ലേ? വേഗം പൊട്ടിച്ച് കഴിയും. ഇതില്ലേ ഇത് ഓരോന്ന് പൊട്ടിക്കുന്നത് കുറേ ഉണ്ട്. അത് കുറേ ഉണ്ട്. പിള്ളേരെ ഞാനും പൊട്ടിക്കില്ലല്ലോ. അമ്പാടി പൊട്ടിക്കില്ല. ഷിജു കുറച്ച് വാങ്ങിയില്ലേ? അമ്പാടി പൊട്ടിക്കാൻ തുടങ്ങിയാൽ പിന്നെ നിർത്തൂല. ഇനി നാളെ വന്നു കഴിഞ്ഞാൽ നോക്കിക്കോ. നേരെ വെക്ക്. കമ്പിത്തിരി കളയണം. കമ്പിത്തിരി കുറച്ചും കൂടെ വേണേനും കേട്ടാ. പിള്ളേർക്ക് ദാനുവിന്റെ കൈ അതിൻ്റെ അകത്ത് ഉണ്ടല്ലോ അല്ലേ? ഷിജു വാങ്ങിയിട്ട്. ദേവു എല്ലാം എടുത്ത് വെച്ചാ? എല്ലാം സഞ്ചിയുടെ ഉള്ളിലാക്കി ദേവൂട്ടി. ദേവൂട്ടിക്കൊന്നും പേടിയില്ല കേട്ടാ. ഭയങ്കര ധൈര്യ. പേടിക്കേണ്ടത് പേടിക്കണം. ഇത് നല്ലോണം ശ്രദ്ധിച്ച് പൊട്ടിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ. നീ എന്നാ വഴിയെടുക്കുന്ന പൊട്ടാസ്? ഏതാക്കട്ടെ? കാന്താരിയാണ്. കാന്താരി പൊട്ടിക്കുന്നത്. അതിന്റെ ഇടക്ക് പൊട്ടിച്ചവള്
നാണ്ടി ഒന്നും പറയാൻ നിൽക്കാൻ വേണ്ടിട്ട് വായ പൊത്തി പിടിച്ചതേനു. അത് നോക്കുന്നിട കോള് പൊട്ടിച്ച്. പൊട്ടിക്കൂല. എടുത്തോ, ഞാൻ പറഞ്ഞേ ഇല്ല, കഴിഞ്ഞ് നിർത്തി, ഞാൻ നിർത്തി. അതെ കേട്ടി, ഇതൊന്നും കൂടെ ഒറ്റ ഒന്നും കൂടെ പൊട്ടിച്ചില്ല. എന്താ പേടിച്ചിട്ട്. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മള് വിഷുവിന്റെ ഒരുക്കങ്ങൾ, അതായത് പൊട്ടാസ്, പൂത്തിരി, കമ്പിത്തിരി എല്ലാം വാങ്ങി കൊണ്ടാച്ചിനേനു ഇന്നലെ. അപ്പൊ അതെല്ലാം ഒന്ന് എടുത്ത് നോക്കിയതാണ്. അപ്പൊ അതിൽ 2-3 ദേവൂട്ടിക്ക് പേടിയൊന്നുമില്ല കത്തിക്കാൻ, എനക്കാന്ന് പേടിയത്. അച്ഛൻ ഒരു പണി പറ്റിച്ച് കത്തിക്കുമ്പോഴേക്ക് ഒന്ന് പേടിച്ചിനി. ഇല്ലാന്ന് പറഞ്ഞ ദേവൂട്ടി ഒന്ന് പേടിച്ച്. നീ വലിയ ധൈര്യശാലിയല്ലേനാ. അടുത്ത് വന്ന് പൊട്ടിയാരോ ഒന്ന് പേടിച്ചു. വൃത്തിയാക്കാൻ പോയാൽ നമ്മള് പേടിച്ചു പോയല്ലേ. നമുക്ക് ചാൻസ് ഉണ്ട് നാളെ അച്ഛൻ ഇങ്ങനെ അണങ്ങാണ്ടിരിക്കുമ്പോ പുറകെ പോയി ടിങ് ഒരു കാന്താരി എറിഞ്ഞു കൊടുക്കാട്ടാ. അതല്ല, എന്നാലും അതാ പൊട്ടുമ്പോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ദേവോ അതിനൊക്കെ അങ്ങോട്ടാ പോയേ. അപ്പൊ നിങ്ങളെ വിഷു ആഘോഷങ്ങളെല്ലാം എങ്ങനെയാ തുടങ്ങിയ, പടക്കങ്ങളെല്ലാം വാങ്ങിയ? അപ്പൊ അതിന്റെ എല്ലാം കമന്റ് അറിയിക്കണേ. അപ്പൊ നമ്മൾ ഇന്നലെ കുറച്ചേ പടക്കം വാങ്ങിയിട്ടുള്ളൂ, അധികം അപ്പുറം ഇപ്പുറം എല്ലാരും വാങ്ങും. അതുകൊണ്ട് നമ്മൾ ഇവിടെ വാങ്ങി, അപ്പുറത്തും വാങ്ങി, അങ്ങനെ. അപ്പൊ ഇനി നാളെ തൊട്ട് തുടങ്ങും. അമ്പാടിയാന്ന് ഇനി നാളെ ഇങ്ങ് വന്നു കഴിഞ്ഞാൽ പിന്നെ രാത്രിക്ക് ആരും ഉറക്കൊന്നും ഉണ്ടാവില്ല. ഒരേ പൊട്ടിക്കല, ഇടുന്ന് പൊട്ടിക്കും, അപ്പുറം പോയി പിടി അവന്റെ ഫ്രണ്ട്സ് എല്ലാരും ഒരേ പടക്കം പൊട്ടിക്കലായിരിക്കും. നീ പൊട്ടിച്ചാ ഇപ്പൊ വെറുതെ ധൈര്യശാലി, എനിക്കേ പേടിയുള്ളൂ. എനിക്ക് ഭയങ്കര പേടിയാ. എന്നാലും ഞാൻ ഇത്രയും പടക്കം വാങ്ങും, ആരാ പൊട്ടിക്കും ആരാ പൊട്ടിക്കും നോക്കുമ്പോ ദേവൂട്ടിക്കെല്ലാം ഭയങ്കര. എനിക്ക് ഒരു തീപ്പെട്ടി തേച്ചും വേണ്ടി ഒരു പടക്കം പൊട്ടിക്കണമെങ്കിൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടാതെ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പൊ നാളെ നല്ല വീഡിയോ ആയിട്ട് വിഷുവിന്റെ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം. അതുവരെ ഇപ്പം പറഞ്ഞോണ്ടിരിക്കുന്നാന്ന് മിണ്ടാണ്ട് കേറി വന്നിട്ട് നോക്കി. നമ്മളിപ്പൊ വീഡിയോ എടുത്തിട്ട് പറഞ്ഞേ ഉള്ളൂ അമ്പാടി വരുന്നതല്ലോ. ഇതാ എടാ നീയല്ലേ പറഞ്ഞ ശനിയാഴ്ച വന്നോ. കണ്ട സർപ്രൈസ് ആയിട്ട് വന്നിട്ടാ.